ജനുവരി 9 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ സെപ്റ്റംബർ 14 കേരള സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടാതിരിക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരായി രാജ്ഭവനിലേക്ക് മുമ്പിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ നിശ്ചയിക്കുകയും ആ മാർച്ച് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ജനുവരി 6 ഇടുക്കി ജില്ലയിലേക്ക് മർച്ചൻ്റ് അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താൻ എത്തിച്ചേരുമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചു. ഒരു ഭരണാധികാരിയിൽ എങ്ങനെയാണ് ഏകാധിപത്യ മനോഭാവം ഉയർന്നു വരുന്നത് എന്നുള്ളത് പ്രകടമായിട്ടുള്ള സമീപനമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ ടി.എൻ. കുര്യാക്കോസ് എം പി മർച്ചൻ്റ് അസോസിയേഷനിൽ RSSൻ്റെയും സംഘപരിവാറിൻ്റെയും അജണ്ട നടപ്പാക്കാൻ വേണ്ടി അതിനുന്നതമായ സ്ഥാനങ്ങളിൽ കയറിയിരിക്കുന്ന ചില ആളുകൾ, ഇവരെല്ലാവരും കൂടി നടത്തിയിരിക്കുന്ന ഒരു അന്തർനാടകമാണ് ജനുവരി 9 തന്നെ ഗവർണറെ ഇടുക്കി ജില്ലയിലേക്ക് ക്ഷണിക്കാൻ ഇടയായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പം സ്വാഭാവികമായും ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്ന ഗവർണർക്കെതിരായി അതിശക്തിയായ പ്രക്ഷോഭം ജില്ലയിൽ ഉയർന്നു വരുമ്പോൾ ആ ജനവികാരത്തോടൊപ്പം നിൽക്കേണ്ട, ജനങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ട ഇടുക്കിയുടെ MP ഗവർണർക്ക് സംരക്ഷണം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുക. വളരെ പ്രകടമായി കോൺഗ്രസിനകത്ത് നിൽക്കുകയും RSSന് വേണ്ടി വിടുപണി ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ടി.എൻ. കുര്യാക്കോസ് എന്ന് നാട്ടിലെ ജനങ്ങൾക്ക് ആദ്യ സംശയമുണ്ടായിരുന്നു. ആ സംശയത്തെ ദൂരീകരിക്കപ്പെടുന്നതാണ് ടി.എൻ. കുര്യാക്കോസിൻ്റെ പ്രകടനം. കോൺഗ്രസിൻ്റെ ആദരണീയനായ നേതാവ് A.K. ആന്റണി പകല് കതർധാരികളും സന്ധ്യയായി കഴിഞ്ഞാൽ, രാത്രിയായി കഴിഞ്ഞാൽ BJPയുടെ കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒട്ടേറെ ആളുകൾ കോൺഗ്രസിനകത്തുണ്ടെന്ന് അദ്ദേഹം നേരത്തെ കേരളീയ സമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട്. പകല് കോൺഗ്രസും രാത്രിയിൽ RSSകാരനുമാണ് താനെന്ന് ടി.എൻ. കുര്യാക്കോസ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുക. ഒരു സമരം എങ്ങനെ നടത്തണമെന്നും അതെങ്ങനെ ജനവിഭാഗത്തെ ജനങ്ങളെ ബാധിക്കാതെ നടത്തണമെന്നൊക്കെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടുമുള്ള മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എടുക്കുന്ന പോലെ, കൂട്ടിക്കിടക്കുന്ന കുറുക്കനെ പിടിക്കാൻ പോകുന്ന പോലെ കുറുക്കൻ്റെ രാഷ്ട്രീയ കാപട്യമായി ഇറങ്ങിയിട്ടുള്ള ടി.എൻ. കുര്യാക്കോസിന് ചരിത്രം നൽകാൻ പോകുന്നത് താൻ വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ മാന്യത പുലർത്താതെ BJPക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ, അതുപോലെ തന്നെ കപട പരിസ്ഥിതിവാദികളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ടി.എൻ. കുര്യാക്കോസിന് ചരിത്രം നൽകാൻ പോകുന്ന ശിക്ഷ കനത്തതായിരിക്കും. ആ കനത്ത ശിക്ഷ വാങ്ങാൻ വേണ്ടി ടി.എൻ. കുര്യാക്കോസ് ഇന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ചില വിഭ്രാന്തിയുടെ പ്രകടനം മാത്രമാണ് MPക്ക് പിന്തുണ കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൂച്ച പുറത്തു ചാടിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങൾ ഇതനുസരിച്ച് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ തയ്യാറാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.